പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ഒരുമിച്ച് അല്പസമയം ദൈവത്തിൻ്റെ വചനവുമായി പിന്നെയും കർത്തൃപാദപീഠത്തിലായിരിക്കാൻ ദൈവമായ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിന് മഹത്വം കൊടുക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും ദൈവത്തിൻ്റെ കൃപകളും ഒക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയമുള്ളവരെ, അല്പസമയം ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം, ദൈവജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവം, നമുക്ക് വേണ്ടി പോർക്കളത്തിലേക്ക് ഇറങ്ങുന്ന ദൈവം. നാം യുദ്ധം ചെയ്യേണ്ട, ദൈവം യുദ്ധം ചെയ്യും എന്ന് വിശുദ്ധ വചനം പഠിപ്പിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം പഠിച്ചാൽ 14-ാം അധ്യായം പഠിച്ചാൽ ഇസ്രായേൽ മക്കൾ വിടുവിക്കപ്പെട്ട് മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് വാഗ്ദത്ത ദേശമായ കനാനിലേക്കുള്ള യാത്രാമധ്യേ മിസ്രൈമിൻ്റെ ഹൃദയത്തെ, ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കി യഹോവ 10 ബാധകൾ അവൻ്റെ മേലയച്ചു, മിസ്രൈമിൻ്റെ മേലയച്ചു. 10ാമത്തെ ബാധയായ കടിഞ്ഞൂൽ സംഹാരവും അവിടെ അയച്ചപ്പോൾ ഇസ്രായേൽ ജനത്തെ പറഞ്ഞു വിട്ടു. എങ്കിലും പിന്നെ അവിടെ വായിക്കുന്നുണ്ട്, അവരുടെ മനസ്സിന് മാറ്റം വന്നു. അവർക്ക് ബുദ്ധിമോശം സംഭവിച്ചുവെന്ന് മനസ്സിലായി. അവർ ഇസ്രായേൽ ജനത്തെ വിടാതെ പിന്തുടരാൻ വിശേഷപ്പെട്ട 600 രഥങ്ങളും കുതിരപ്പടയും പടജനങ്ങളും അതിനെ നയിക്കാനുള്ള തേരാളികളുമൊക്കെയായി ഫറവോനും അവൻ്റെ സൈന്യവും ഇസ്രായേൽ ജനത്തെ പിന്തുടരുകയാണ്. എന്നാൽ മോശയുടെ നേതൃത്വത്തിൽ ദൈവത്താൽ നയിക്കപ്പെടുന്ന ഇസ്രായേൽ ജനം ചെങ്കടലിൻ്റെ തീരത്തെത്തിയപ്പോൾ അവർ എന്ത് ചെയ്തു? മോശയോട് പിറുപിറുക്കാൻ തുടങ്ങി. ലക്ഷക്കണക്കിന് വരുന്ന ജനം ഒരുമിച്ച് നിലവിളിക്കാൻ തുടങ്ങി. മിസ്രൈമിൽ ഞങ്ങൾക്ക് ശവക്കുഴിയില്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ഞങ്ങൾക്ക് മിസ്രൈമിലേക്ക് തിരിച്ചു പോകണം, ഞങ്ങൾക്ക് അവർക്ക് അടിമവേല ചെയ്താൽ മതി എന്ന് പറഞ്ഞ് കരയുന്ന ഒരു പറ്റം ജനത്തെ മോശ കണ്ടപ്പോൾ മോശ ഇവരുടെ നിലവിളി കേട്ട് ദൈവത്തോട് നിലവിളിച്ചു. ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം തമ്പുരാൻ എന്തു ചെയ്തു? മോശയോട് സംസാരിക്കുന്ന ചില ഭാഗങ്ങളാണ് നാം അവിടെ കാണുന്നത്. മോശ ജനത്തോട് പറയുക, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. മോശയുടെ വാക്ക് കേട്ട് ഇറങ്ങിയതാണ്. സത്യദൈവം എന്താണെന്നോ ഏതാണെന്നൊന്നും അറിയാത്ത ഇസ്രായേൽ ജനത്തോട് ദൈവത്തിൻ്റെ ദാസനായ മോശ പറയുക, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അപ്പോൾ യഹോവ മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ എന്നോട് നിലവിളിക്കുന്ന എന്തിനാ? ജനത്തോട് മുന്നോട്ട് പോകാൻ പറ. എന്നിട്ട് നീ വടിയെടുത്ത് നിൻ്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കാം. ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവിൽ ഉടങ്ങിയ നിലത്തൂടെ കടന്നു പോകും. എന്ത് സിമ്പിളായിട്ടാണ് കർത്താവ് പറഞ്ഞു കൊടുക്കുന്നത്. നിൻ്റെ കൈ കടലിന് മേൽ നീട്ടുക, വടിയെടുക്കുക, അതിനെ വിഭാഗിക്കുക, ചെങ്കടലിനെ രണ്ടാക്കാൻ മോശയോട് പറയുക. സിമ്പിളായിട്ട് പറയുന്നു. ജനം എന്ത് ചെയ്യണം? ഉണങ്ങിയ നിലത്തൂടെ അക്കരയ്ക്ക് പോകണം. മോശ എന്തു ചെയ്തു? അങ്ങനെ ചെയ്യുവാനായിട്ട് ഇടയായിട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രാത്രി മുഴുവനും കടൽക്കരയിൽ നിൽക്കുന്ന ഇസ്രായേൽ ജനത്തെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത ദൈവത്തിനാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പേ നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിൻപിലേക്ക് മാറി. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 15 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ഭാഗം നമുക്ക് കാണാൻ കഴിയും. അവരുടെ പിന്നാലെ നടന്നു, മേഘസ്തംഭം അവരുടെ മുൻപിലും നിന്നും മാറി പിൻപിൽ പോയി നിന്നു. രാത്രി മുഴുവനും മിസ്രൈമ്യരുടെ സൈന്യവും ഇസ്രായേലരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം എന്തു ചെയ്തു? തമ്പുരാൻ തൻ്റെ ദൂതനെ അവിടെ ഇറക്കി. നമുക്ക് കാണാൻ കഴിയും. മിസ്രൈമിൻ്റെ മുമ്പിൽ ഇരുട്ട് ബാധിച്ചിരിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന് രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. അന്ന് രാത്രി മുഴുവനും യഹോവ ശക്തിയുള്ള മഹാശക്തിയുള്ളൊരു കൊടുങ്കാറ്റ് അടുപ്പിച്ച് ഉണങ്ങിയ നിലം ആക്കി, കടലിനെ രണ്ടാക്കി.
വെള്ളം മതിൽ പോലെ നിന്നു. ഇസ്രായേൽ മക്കൾ കടൽ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി എന്തു ചെയ്തു? അക്കരയ്ക്ക് പോയി. ഫറവോൻ്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടന്ന് നടുവിലേക്ക് ചെന്നു. കടലിൻ്റെ നടുവിലെത്തി. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രൈം സൈന്യത്തെ നോക്കി മിസ്രൈമിയുടെ സൈന്യത്തെ താറുമാറാക്കി. അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രൈമർ ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു, നാം ഇസ്രായേലിനെ വിട്ടുകൂടിപ്പോകാം, മടങ്ങിപ്പോകാം. കാരണം അവർ പറഞ്ഞത് എന്നെ വളരെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. മിസ്രൈമിനെ വിട്ട് ഓടിപ്പോക. യഹോവ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? യുദ്ധം ചെയ്യുന്നു. മിസ്രൈമരോട്, നമ്മളോട് യുദ്ധം ചെയ്യുന്നു. നമുക്കവരുടെ മുമ്പ് ജയിക്കാൻ കഴിയത്തില്ല. നമ്മളവരുടെ മുമ്പ് തോറ്റുപോകും. എന്ത് ചെയ്യുക? നാം വിട്ട് ഓടിക്കൊള്ളുക, തിരിഞ്ഞു മുക്കൊള്ളുക, ഇസ്രായേലിനെ വിട്ടേക്കുക. ദൈവത്തിൻ്റെ മക്കളെ ശ്രദ്ധിക്കണമേ. എന്ത് പറഞ്ഞാണ് ഇവരിറങ്ങിയത്? ഞാൻ പിടിക്കും, ഞാൻ പിന്തുടരും, ഞാൻ കൊള്ള പങ്കിടും, ഞാൻ എൻ്റെ ആശ അവരാൽ പൂർത്തീകരിക്കുമെന്നൊക്കെ പറഞ്ഞ് വളരെ ആവേശത്തോടെ ഇറങ്ങിത്തിരിച്ചൊരു കൂട്ടരാണ് മിസ്രൈമർ. എന്നാൽ ഇസ്രായേൽ മക്കളെ വിടുവിച്ചെടുത്ത നാൾ മുതൽ അവരെ സംരക്ഷിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം ദൈവത്തിനാണ്. അവരെ രക്ഷിക്കേണ്ടതായ, അവരെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാനുള്ള ബാധ്യത ദൈവത്തിനായതുകൊണ്ട് ദൈവം അവരെ സംരക്ഷിക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തമ്പുരാൻ ഇറങ്ങിത്തിരിച്ചു. ഇസ്രായേൽ മക്കൾ അനുസരണക്കേട് കാണിക്കുമ്പോഴും എൻ്റെ ജനമെന്ന് വിളിച്ചതുകൊണ്ട് എൻ്റെ ജനത്തെ രക്ഷിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് എന്ന് തമ്പുരാൻ തെളിയിക്കുകയാണ്. അവിടെ ഇസ്രായേലിന് വേണ്ടി സ്വർഗം ഇറങ്ങുന്ന ഒരു രാത്രി നിങ്ങൾ കണ്ടോ? ദൈവത്തിൻ്റെ മക്കളെ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മൾ മിണ്ടാതിരുന്നാൽ മതി. മിണ്ടാതിരുന്ന് ദൈവമാരെന്നറിയണമെന്ന വചനം പറയുന്നത്. മിണ്ടാതിരിക്കേണ്ട സമയത്ത് നമ്മൾ പ്രതികരിക്കാൻ പോകണ്ട, നമ്മൾ പ്രത്യുത്തരം പറയാൻ പോകണ്ട, പ്രതിവാദിക്കാൻ പോകണ്ട, നമ്മൾ എതിർക്കാൻ പോകണ്ട. നമുക്ക് നേരെ വരുന്ന ആരവങ്ങളും വെല്ലുവിളികളും ഒക്കെ കേട്ടുവെച്ച് പ്രാർത്ഥിക്കുകയും സ്തോത്രം പറയുകയും ചെയ്യുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങുവാനിടയായി തീരുമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നത്. എന്നാൽ പലരും തിരിച്ച് പ്രതികരിക്കുന്നൊരു കാലഘട്ടമാണ്. തമ്പുരാൻ അവസരം കൊടുക്കുവാനാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. ദൈവം ആരെന്നവരറിയണം. ഇസ്രായേൽ മക്കൾ അറിയും ഞാൻ ആരാണ്. നിങ്ങൾ സേവിക്കുന്ന ദൈവമക്കളെ അവരുടെ അവസാന നിമിഷങ്ങൾ മിസ്രൈമിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേ സ്തോത്രം. ദൈവം അവർക്ക് വേണ്ടി, യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അവരൊരു കാര്യം അംഗീകരിക്കുന്നു, അവരുടെ ദൈവം യഹോവയാണ്. അപ്പോൾ ആ ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്നു. നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല, നമുക്ക് അവരെ ജയിക്കാൻ കഴിയത്തില്ല, നമ്മൾ മരിച്ചു പോകും, നമ്മൾ ഈ കടലിൽ മുങ്ങിപ്പോകുമെന്നും ഭയന്നവർ തിരിഞ്ഞോടാൻ തുടങ്ങി. എന്നാൽ തമ്പുരാൻ വിടുമോ? തമ്പുരാൻ ഒരു വാക്ക് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ആമേ, ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ ഒരു നാളും കാണുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം ആലോചന പറഞ്ഞെങ്കിൽ അത് നിവൃത്തിയായത് 26-ാം വാക്യം മുതൽ വായിക്കുമ്പോഴാണ്. മോശ കടലിൻ്റെ മേൽ പിന്നെയും കൈനീട്ടി പുലർച്ചയ്ക്ക് കടൽ അതിൻ്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. മിസ്രൈമർ അതിനെതിരായി ഓടി. യഹോവ മിസ്രൈമിനെ കടലിൻ്റെ നടുവിൽ തള്ളിയിട്ടു. ദൈവം തള്ളിയിട്ടു. അവർക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാതെ എന്ത് ചെയ്തു? ദൈവരെ തള്ളിയിട്ടു. വെള്ളം മടങ്ങി വന്നവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടയും ഫറവോൻ്റെ സൈന്യത്തെയും എല്ലാം മുക്കിക്കളഞ്ഞു. അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. ദൈവത്തിൻ്റെ മക്കളെ, പ്രിയപ്പെട്ടവരെ, എന്താ ഇവിടെ കാണുന്ന ദൈവത്തിൻ്റെ വചനം? എത്ര ശ്രേഷ്ഠമായതാണ്! തൻ്റെ ജനത്തിനെതിരെ ശാമയെ ശബ്ദമുയർത്തി ആക്രോശിച്ച് വെല്ലുവിളിച്ച് വന്ന ശത്രുവിനെ, അവൻ്റെ സൈന്യത്തെയും നിഷ്ഫലമാക്കി കളഞ്ഞ ഒരു ദൈവപ്രവൃത്തി. ഒരുത്തൻ പോലും ശേഷിക്കാതെ വന്നു. ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം അവിടെ ദൈവം വെളിപ്പെടുത്തി. തിരിഞ്ഞക്കരെ കയറിയ ജനം, അവനെ ദൈവം പറഞ്ഞു, നിങ്ങൾ പോകരുത്, നിങ്ങൾ കണ്ടോ, ഇത് കണ്ടോ, കണ്ണ് നിറഞ്ഞ് കണ്ടോ നിങ്ങളുടെ പുറകിൽ വരുന്ന ഫറവോനെ അവൻ്റെ കൂട്ടരെ. പക്ഷേ ഇന്നും കൂടെ കാണും, നാളെ നിങ്ങൾ കാണത്തില്ല. നാളെ കാണാൻ ആഗ്രഹിച്ചാലും നടക്കുകയില്ല. കാരണം ഞാനവരെ മുക്കിക്കളഞ്ഞു, ഞാനവരെ തകർത്ത് കളയുകയാണ്, ഞാനവരെ നശിപ്പിക്കുകയാണ്. എൻ്റെ ജനത്തെ നശിപ്പിക്കുന്നവരെ ഞാൻ നശിപ്പിക്കുമെന്ന ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ജനമെന്ന് അവകാശപ്പെടുന്ന നമ്മൾ എന്തിന് ഭാരപ്പെടണം? നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ, നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, ശത്രുവിനോട് പോരാടാൻ സ്വർഗത്തിലൊരു ദൈവമുണ്ട് എന്ന് നമ്മൾ ആഴമായ ആ സത്യം മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ പതറിപ്പോകേണ്ട കാര്യമൊന്നുമില്ല. ദൈവം ഇറങ്ങും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, ന്യായം വിധിക്കേണ്ടതിന് ന്യായം വിധിക്കുവാൻ, ശിക്ഷിക്കേണ്ടതിന് ശിക്ഷിക്കുവാൻ, മാനസാന്തരം കൊടുക്കേണ്ടതിന് മാനസാന്തരം കൊടുക്കാൻ ദൈവം ഇറങ്ങുവാനിടയായിത്തീരും. അതുകൊണ്ട് ഈ വചനത്തിനകത്തൂടെ എനിക്ക് പറയുവാനുള്ള കാര്യം, നമ്മൾ മിണ്ടാതിരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണുവാനിടയാകണം. മിണ്ടാതിരുന്ന ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തിക്കോണം.
കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുക, കർത്താവ് വീര്യം പ്രവർത്തിക്കാൻ പോകുക, കർത്താവ് ഇറങ്ങാൻ പോകുക. ദൈവത്തിൻ്റെ നീതി തൻ്റെ ജനത്തിനുമേ വെളിപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ വാക്കുകൾക്ക് ഇവിടെ വിരാമം ഇടുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നമുക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്ന രക്ഷ എത്ര വലുതാണ് എന്നോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നമുക്കിടയാകണം. അതിനായി സർവശക്തി നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു പകൽ, നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ വചനഭാഗത്ത് വന്നിരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.